വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ പറയാൻ പോകുന്നത് കോഴി എങ്ങനെ വളർത്താം, അതിനെങ്ങനെ പരിപാലിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്നും പറഞ്ഞു തരുന്നതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്കൊരാളിവിടെ പരിചയപ്പെടാം. മിസ്റ്റർ ശിവകുമാർ പറഞ്ഞോളൂ, എങ്ങനെയാണ് നമ്മൾ ഈ കോഴിയൊക്കെ ഇങ്ങനെ ഇത്രത്തോളം നീ ഇങ്ങനെ പരിപാലിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമുക്ക് കോഴികളുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് പുഴുക്കളും പ്രാണികളുമാണ്. പിന്നെ ധാന്യങ്ങളും അതെല്ലാം. ഞാനൊരു കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോൾ ഈ കോഴിക്കുട്ടികൾ വളരെ ചെറുതായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വലുതാവാനുള്ള ഒരു മെയിൻ കാരണം എന്താണ്? ഈ കോഴി ഞാൻ പറഞ്ഞില്ലേ, കോഴികളുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് പുഴുക്കളും പ്രാണികളുമാണ്. അപ്പൊ ഞാൻ ഈ കോഴികൾക്ക് BSF ലാർവയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് BSF ലാർവ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഫുഡ് വേസ്റ്റ് നമ്മള് ഇതിലെ ബക്കറ്റിലിട്ട് അതിന് പുഴു ആക്കിയിട്ട് അങ്ങനെ കൊടുക്കില്ല. അത് കോഴികളുടെ തൂവലുകളുടെ വളർച്ചക്കും പിന്നെ കോഴികളുടെ ബാക്കിയുള്ള കുക്കിന്റെ വളർച്ച അങ്ങനെ എല്ലാത്തിനും കോഴിയെ പിടിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഏത് സ്ട്രെയിൻ ആണ്, ഏത് സ്പീഷീസ് ആണ്? അത് ഒരു കോഴി അതിൽ കാണുന്ന ഒരു ചങ്കിന് രോമമില്ലാത്ത ഒന്ന്, അത് ഇത് നമ്മുടെ മുട്ടക്കോഴിയാണ്. ഞാനിപ്പോ ഇതെല്ലാം നാടൻ കോഴിയാണ്. അപ്പൊ ഇത് ഒരു 15ഓളം മുട്ട വെച്ചിരുന്നു. അതിൽ 11 മുട്ടയായിരുന്നു വിരിഞ്ഞത്. ഇപ്പൊ ഇത് വിരിഞ്ഞിട്ട് എത്രയായി? ഏകദേശം ഒക്ടോബർ 13-ാം തീയതി, ഏകദേശം ഇപ്പോ നവംബർ 22 അതെ. അപ്പൊ ഏകദേശം ഒരു 1.5 മാസം, ഒരു മാസവും കുറച്ച് ചില്ലറ ദിവസങ്ങളും ആയി. 1.5 മാസത്തിന്റെ അടുത്ത് എത്തി. അത് അതിനിടയ്ക്ക് ഒരു കുഞ്ഞൻ അതിഥി വന്നു. ഇത് നിന്റെ കോഴി തന്നെയാണോ? ഇവിടെ തന്നെ വിരിഞ്ഞ കോഴിയാണ്. ഈ കോഴിയുടെ കുട്ടികളാണോ ഇത്? ഇതാണ് ഇതിന്റെ അമ്മ, അതിന്റെ കുട്ടിയാണത്. അയ്യോ, നല്ലുണ്ട് കാണാൻ വേണ്ടിട്ട്. പിന്നെ ഇത് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗി. ഇത് നിങ്ങളെ കൂടിലിട്ട് വളർത്തുകയാണോ അല്ലെങ്കിൽ തുറന്ന് വളർത്തുകയാണ്? അപ്പൊ നിങ്ങൾ വൈകുന്നേരമാണോ BSF ലാർവ കൊടുക്കുന്നത്? ഞാൻ വൈകുന്നേരങ്ങളില് കൊടുക്കും, ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കും. പിന്നെ വേറെന്ന് പറഞ്ഞാല് ഇപ്പൊ കോഴിയൊന്നും എവിടെ ഇല്ലല്ലോ, കാരണം ആരും ഇങ്ങനെ വളർത്തുന്നില്ല. നിങ്ങളിപ്പോ വിൽക്കുകയാണ് ഇതാക്കിയിട്ട്? ഇത് മുമ്പേക്കെ കൊടുത്തിരുന്നു, പക്ഷെ ഇപ്പൊ ഇനിയിപ്പോ ഇതെങ്ങനെ കൊടുക്കണം ആളായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആളാരും ആയില്ല. ആൾക്കാർ വാങ്ങിക്കാൻ വരുന്നുണ്ടെങ്കിൽ കൊടുക്കും എന്തായാലും. വിലയൊക്കെ അതനുസരിച്ചിട്ടാണ്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കല്. കാരണം ഞാൻ ടോട്ടൽ 11 കോഴിയാണുള്ളത്. ഞാനിപ്പോ വിചാരിക്കുന്നത് കോഴികളെല്ലാം എല്ലാവരും വളർത്തണം, കാരണം ഇതിലൊരു സംസ്കാരത്തിന്റെ ഭാഗമല്ലേ. ഇപ്പൊ പല ആൾക്കാരും പറയുന്നത് കോഴികൾ അപ്പുറം വീട്ടിൽ പോയി ശല്യപ്പെടുത്തുന്നതൊക്കെ. നിങ്ങളുടെ അഭിപ്രായം എന്തൊരു? അത് ശരിയാണ്, ഇല്ല ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പൊ എല്ലാ വീടുകളെന്നെല്ലാം